കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിലേ വരുന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പല ആരാധകരും ആശങ്കയിലാണ്. ഇനി ആരും ഏറ്റെടുക്കാതിരിക്കുമോ, ക്ലബ്ബ് അടച്ചുപൂട്ടി പോവുമോ? അങ്ങനെയൊന്നുമില്ല. നീക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. തകൃതിയായിട്ട് തന്നെ അവിടെ നീക്കങ്ങൾ നടക്കുന്നതായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള സാധനം, രേഖാമൂലം ക്ലബിന്റെ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു ഒഫീഷ്യൽ കോൺട്രാക്ട് വരാത്തതിന്റെ കാരണം നിലവിലെ ഉടമസ്ഥരായിട്ടുള്ള മാഗ്നം കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില നിയമ പ്രശ്നങ്ങളും അതിലെ സങ്കീർണതകളുമാണ്. ഈ നിയമ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് മാഗ്നത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ല. ആ ഫണ്ട് ട്രാൻസ്ഫർ പൂർണ്ണമായി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥാവകാശം പുതുതായിട്ട് ഒരു കൺസോർഷ്യത്തിലേക്ക് വരുന്നതായിരിക്കും. 120 കോടി രൂപയൊന്നും മാഗ്നത്തിന് കിട്ടാൻ പോകുന്നില്ല. ഏകദേശം 100 കോടിക്കടുത്തുള്ള ഒരു തുകയായിരിക്കും മാഗ്നത്തിന് കിട്ടാൻ പോവുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. മാർക്കസ് മർഗലോ പറയുന്നതും അവിടെ നീക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി വന്ന ശേഷം ഇക്കാര്യം ഒഫീഷ്യലി അറിയിക്കാവുന്നതാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിർജ്ജീവാവസ്ഥയിലാണ് എന്നൊന്നും ആരും കരുതണ്ട. മാഗ്നത്തിന്റെ കയ്യിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടാൻ പോവുകയാണ്. മാഗ്നം പോയാൽ ബ്ലാസ്റ്റേഴ്സിനെ ആരും ഏറ്റെടുക്കാനില്ലയോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഒരുപക്ഷെ മാഗ്നം നേരത്തെ പോയിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ കുറച്ച് ടോപ്പ് പ്ലേയേഴ്സിനെ നഷ്ടമാകാതിരുന്നേനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും പുതിയ ഇൻവെസ്റ്റേഴ്സ് വരട്ടെ, ബ്ലാസ്റ്റേഴ്സ് പഴയതിലും പവറായിട്ട് ആളിക്കത്തട്ടെ.